Hey, hello guys, welcome back to our YouTube channel. I know it's been long time ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഇപ്പം ഞങ്ങളുടെ ഷോർട്സൊക്കെ കാണുന്നുണ്ടാവും ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഇപ്പം ലോങ് വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാത്തതിനും ചിലതൊക്കെ ഓഫ് കോഴ്സ് ചിലതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ട് അതൊന്നും എഡിറ്റ് ചെയ്ത് അപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതിൻ്റെയും എല്ലാത്തിൻ്റെയും റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വാവ വന്നിട്ടുണ്ട്. യെസ്, വി ഹാവ് എ ബേബി ബോയ് നൗ. അവനിപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയിട്ടുണ്ട്. സോ അവൻ്റെ ഫേസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞങ്ങളൊരു 30 days വിസിറ്റിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് ബഹറിൽ വന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം അവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. മോർ ദാൻ ദാറ്റ്, ഞങ്ങളുടെ മകൻ വലുതാവുന്ന സമയത്ത് കുറേ നാൾ കഴിയുമ്പോൾ അവന് ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഇതായിരുന്നു അവൻ്റെ ഫേസ്റ്റ് ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഇതായിരുന്നു ഫേസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഗ്ലിംസസ്, അതൊക്കെ അവന് കാണാൻ പറ്റുന്നത് ഇറ്റ്സ് ഗുഡ് അല്ലേ. സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവു, hope you like it. We love you. Amma bunyi, wa bunyi, amma bunyi. Good morning, wa bunyi, wa bunyi. Good morning. Good about the girl. അപ്പോൾ മോർണിംഗ് 11 AM ഞങ്ങളുടെ ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി വെച്ചിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോസിന് വോയിസ് ഓവറാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വാവയുടെ ശബ്ദവും കേൾക്കാം. സോ പ്ലീസ് ഇഗ്നോർ ദാറ്റ്. അപ്പോൾ എയർപോർട്ടിലെത്തിയതിന് ശേഷം ഞങ്ങൾ ആര്യാസിൽ കയറിയിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇവൻ്റെ ലുക്ക്, എയർപോർട്ട് ലുക്ക്. ഞാൻ ജസ്റ്റ് ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പയും അച്ഛനും ഏട്ടനും ഇവരായിരുന്നു ഞങ്ങളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും ഫ്രെയിമിൽ കാണാം. അപ്പം ഞാൻ ബേബി കാരിയർ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഒരുപാട് യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഇവുൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ലുക്ക്, ബോർഡിംഗ് പാസ്സൊക്കെ വെച്ചിട്ട്. സോ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് എൻ്റർ ചെയ്യാണ്. ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ സാധിച്ചില്ല, ജസ്റ്റ് ബിക്കോസ് അവൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടും ഞാൻ ഒറ്റയ്ക്കായിരുന്നു ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ബേബീനെ വേറെ ആരും ഏൽപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ തന്നെ ഇത്രയും എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങൾ ഫ്ലൈറ്റിൽ എൻ്റർ ചെയ്തു. സോ ഇതായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റിലെ വിൻഡോയിലൂടെയുള്ള വ്യൂ. ദ എൻറ്റയർ റോ വാസ് എംപ്റ്റി. ഓക്കെ, അതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിരുന്നു. ബിക്കോസ് എനിക്ക് ഫീഡ് ചെയ്യേണ്ട ടൈമിലും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അത് ഞാൻ ഓൾറെഡി ബോഡി ചെയ്യുന്ന സമയത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ബേബി ഉള്ളതുകൊണ്ട് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലേസ് വേണമെന്ന്. സോ ഫോർച്ചുനേറ്റ്ലി എൻറ്റയർ റോ വാസ് എംപ്റ്റി. അങ്ങനെ ടേക്ക് ഓഫ് ആണ്. അപ്പോൾ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഞാൻ ജസ്റ്റ് ക്യാമറ അവിടെ വെച്ചു. എൻ്റെ അടുത്ത് എയർ ഹോസ്റ്റസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിൻസ് ഹി ഈസ് ആൻ ഇൻഫാൻറ്റ് യു ഷുഡ് ഹോൾഡ് ദ ബേബി വെരി ടൈറ്റ്ലി. സോ അതുകൊണ്ട് ഞാൻ അവനെ നന്നായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഫീൽ ബാഡ് ദാറ്റ് ഐ കുഡിൻറ്റ് ക്യാപ്ചർ ഓൾ ദോസ് തിങ്സ്. ആരെങ്കിലും ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പം. But anyway, that's something a new experience for me as well, traveling with a baby. അപ്പം അതും ചെറിയ വാവയല്ലേ അവൻ. അപ്പം അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എന്നെ മാത്രം നോക്കിയാൽ പോരല്ലോ, വാവനെയും കൂടെ നോക്കണമല്ലോ, വാവൻ്റെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണമല്ലോ. അവന് ഫീഡ് ചെയ്യണം, അവന് കാര്യങ്ങൾ നോക്കണം, അവൻ്റെ ഡൈപ്പർ ചേഞ്ചിങ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണമായിരുന്നല്ലോ. ദറ്റ് ഐ ഷുഡ് മാനേജ് എവറിത്തിങ് എലോൺ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് സോ ഈസി, ബട്ട് ദെൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹസ്ബൻഡിന് നാട്ടിലോട്ട് വരാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. സോ
എൻഡ് ഓഫ് ദിസ് ഇയർ ആൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. നമ്മളോട് റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 30 ഡേയ്സിന് വേണ്ടിയിട്ട് വിസിറ്റിങ്ങിന് പോവുകയാണ്. അപ്പം എന്താ പറയുക, അതൊരു എന്താണ്, നമ്മൾ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇരുന്നിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഓൾ ഇൻ എ സഡൻ ദാറ്റ് ഹാപ്പൻഡ്. അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഈ ഒരു ട്രാവലിങ്ങിൻ്റെ തലേ ദിവസമായിരുന്നു ഇവൻ്റെ ചോറൂണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ, അതായത് 6th December 2024 നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. സോ ഈ വ്യൂ നമ്മളെ എയർപോർട്ടിലുള്ള വ്യൂ, ഐ മീൻ ഫ്ലൈറ്റിലുള്ള ആ സ്കൈ വ്യൂ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവനും ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എന്താണെന്നറിയില്ല, നമ്മൾ പല വീഡിയോസും ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് ചിലതൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നമ്മൾ ഈ ക്യാമറാസിൽ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ സ്റ്റില്ലെടുത്തിട്ട് നമ്മളത് ഫ്രെയിം ചെയ്ത് വെക്കണം എന്നൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോഴും നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, പക്ഷേ ആ ഫോട്ടോസ് നമ്മൾ എത്രത്തോളം റീവിസിറ്റ് ചെയ്യുന്നുണ്ട്, ആ ഫോട്ടോസിൽ നോക്കിയിട്ട് നമ്മൾ എത്രത്തോളം മെമ്മറീസ് പിന്നെയും റീകളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അതിലുപരി നമ്മളെ വീട്ടിലെവിടെയെങ്കിലും ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ആ ഫോട്ടോയിൽ നോക്കുമ്പം ആ ഒരു മൊമെൻറ്റ് നമുക്ക് ചിലപ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെമ്മറി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ആലോചിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പം, ഒരു കണക്കിന് നോക്കുമ്പം ഇത് ഗുഡാണ്. വീഡിയോസും നമുക്ക് അപ്പം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ വേറൊരു സൈഡിൽ നോക്കുമ്പം ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. സോ എനിവേ, സീരിയസ് തിങ്സ് അപ്പാർട്ട്, അപ്പോൾ ഇതാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ബിറ്റ്വീൻ നല്ല ഉറക്കമായി ബോഡി ചെയ്തപ്പം. അപ്പം ഇപ്പോൾ ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ്സ് റീസൺ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കാം. സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. അങ്ങനെ അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിഷ്വൽസാണ്. ഞാൻ ജസ്റ്റ് കുറച്ച് ഗ്ലിംസസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഒരു കോഫി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം, അവൻ ഉറങ്ങിയതിന് ശേഷം ഐ വാസ് നോട്ട് ഹാവിങ് എനിത്തിങ് ടു ഡു. അതായിരുന്നു മെയിൻ കാര്യം. അപ്പം ഞാനിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ അങ്ങനെ ക്യാപ്ചർ ചെയ്തു, കാര്യങ്ങൾ സെറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്ത് ഞാനിപ്പം മേലോട്ട് ക്യാമറ വെച്ചിരിക്കുന്നു. ഞാൻ ഇൻ ബിറ്റ്വീൻ എയർ ഹോസ്റ്റസിനെ ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പം ആ ടൈമിലൊക്കെ അതിങ്ങനെ ക്യാപ്ചറായി പോയതാണ്. അപ്പം എനിക്ക് എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. ബിക്കോസ് അവൻ വളരെ കുഞ്ഞാണ്. കുഞ്ഞിലേ അവനൊരു ഫ്ലൈറ്റ് ബോർഡ് ചെയ്യണു. അവൻ വേറൊരു, അതും ഇൻ്റർനാഷണൽ ട്രിപ്പാണ്, ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സോ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ എല്ലാത്തിനും. ആൻഡ് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദാറ്റ്. താങ്ക് യു ഡിയർ ഹസ്ബൻഡ്. സോ അങ്ങനെ അപ്പം ഇതൊക്കെയായിരുന്നു വിഷ്വൽസ് ഞാൻ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ ബിറ്റ്വീൻ എഴുന്നേറ്റു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് അവനൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല. സം ഓഫ് ദ ടോയ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവൻ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പം ഞാൻ ആ സേഫ്റ്റി ബ്രീഫിംഗ് കാർഡ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് റീഡിങ് ത്രൂ ഇൻ ദ സെൻസ് ഹി വാസ് സീരിയസ്ലി ലുക്കിംഗ് അറ്റ് ഇറ്റ്. ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഫുൾ ഓഫ് കളേഴ്സ് ആയിരുന്നല്ലോ. സോ അവനത് ഇൻ ബിറ്റ്വീൻ വായിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ ഐ കോട്ട് ഹിം. അവനെ പിടിച്ചു വെച്ചു. സോ അങ്ങനെ അപ്പം ഞങ്ങൾ കുറച്ചിങ്ങനെ സംസാരിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് സമയം ഇങ്ങനെ പോക്കി. കാരണം ഫ്ലൈറ്റിൽ ബേബീസിനെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതൊരു ടാസ്ക്കാണ്. ടോഡ്ലേഴ്സൊക്കെ ആകുമ്പോൾ ഇനിയും ടാസ്ക് ആയിരിക്കും. ഇത് അവൻ കയ്യിലിരിക്കുന്ന പ്രായമായതുകൊണ്ട്
ഇറ്റ് വാസ് ക്വൈറ്റ് ഓക്കെ എന്ന് വേണമെങ്കിലും പറയാം. സോ അങ്ങനെയായിരുന്നു. അപ്പോൾ അവൻ കോപ്പറേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് ഇഷ്യൂസൊക്കെ കമ്മിയായിരുന്നു. നമുക്ക് വലിയ സീനില്ലാതെ തന്നെ ഫ്ലൈറ്റിൽ ഇരിക്കാൻ സാധിച്ചു. ഇൻ ബിറ്റ്വീൻ അവന് ഞാൻ ഈ വിൻഡോയിലൂടെ ഇങ്ങനെ ഓരോന്നും കാണിച്ചു കൊടുക്കുമായിരുന്നു, സ്കൈ നോക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവന് നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വിഷ്വൽസ് എന്തൊക്കെയായിരുന്നു ഏതൊക്കെയായിരുന്നു എന്നുള്ളത്. അത് നമുക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും അവൻ്റെ ആ കുഞ്ഞിക്കൈ വെച്ചിട്ട് ആ വിൻഡോയിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോഴും അവൻ ആ വിൻഡോ ത്രൂ കാണുന്ന വ്യൂവും എല്ലാം കൂടെ അവനത് ലേറ്റർ ഇൻ ദ ടൈം റിമെമ്പർ ചെയ്യില്ലായിരിക്കും. പക്ഷേ അവൻ്റെ അമ്മയായ എനിക്ക് അവൻ അങ്ങനെ ചെയ്യണതും അവൻ എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്തതും ഒക്കെ ഞാനും ലേറ്റർ ഇൻ ദ ടൈം വയസ്സാവുന്ന സമയത്ത് ഐ വുഡ് ബി ഫീലിംഗ് ലൈക്ക് സോ ഹാപ്പി ആ മെമ്മറീസൊക്കെ റീകളക്ട് ചെയ്യുമ്പം. സോ അങ്ങനെ ഞങ്ങൾ ബെഹ്റിൽ എത്താനായിട്ടുണ്ട്. ബെഹ്റിൽ ആയിട്ടുള്ള സമയത്ത് നമ്മുടെ അടുത്ത് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ദാറ്റ് വി ആർ ലാൻഡിങ് 15 minutes ഏർലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. ഞാൻ അവന് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു, ഒരു ഹെഡ്സെറ്റ് പോലത്തെ ഒരു സംഭവം. ഞാൻ നോയ്സ് ക്യാൻസലേഷൻ്റെ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഹെഡ്ഫോൺ പോലത്തെ. അപ്പോൾ അതൊക്കെ വെച്ചു. നമ്മൾ ബെഹ്റിൽ ലാൻഡ് ചെയ്യാണ്. ലൈക്ക് മൈൻ ഓൾസോ, ഞാനും ബെഹ്റിൽ മുമ്പൊന്നും വന്നിട്ടില്ല. സോ എൻ്റെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അല്ലേ വ്യൂ? നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. യെസ്, നമ്മൾ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ക്യാൻവാസ് തെറ്റിപ്പോയിട്ടുണ്ട്. യൂട്യൂബ് മോഡൊന്നും അല്ല, ചേഞ്ചായി പോയിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ. സോ അതൊന്നും നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ഞാനങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതാണ്. സോ ലാൻഡിങ്ങിൻ്റെ ടൈം ആവാറായി. ഞാൻ ആ ഫോൺ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായി. അങ്ങനെ ലാൻഡ് ചെയ്തു. ഇനി നമുക്ക് ലാൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് വിഷ്വൽസാണിത്. ഹസ്ബൻഡ് നമുക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു പൂ മാത്രം ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നീ തന്നത് പോലെ ആളൊരു ബൊക്കെയൊക്കെ ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മോനെ 30 days ഒക്കെ ആയപ്പം കണ്ടതാണ്. ലൈക്ക് 28 കഴിഞ്ഞിട്ട് പോയതാണ്. പിന്നെ കാണുന്നത് ഇപ്പോഴാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാം ഉണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. സോ if you like this video, do like, share and subscribe to our channel. Thank you for watching.